ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമ്പന്നനാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ഈ ലോകത്ത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കും സമ്പന്നനാകണമെന്ന് ആഗ്രഹം ഉണ്ടാകില്ലേ? അങ്ങനെ നിങ്ങൾക്കും സമ്പന്നനാകാനുള്ള വഴികൾ എന്താണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായി തന്നെ കാണുക. നെപ്പോളിയൻ ഹില്ലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലറായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്കിൽ പറയുന്ന 13 പ്രമാണങ്ങളിൽ 5 ഇന്ന് നിങ്ങൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് കടുത്ത ഇച്ഛാശക്തിയാണ്. അതിതീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ അതിതീക്ഷ്ണമായിട്ടുള്ള ആഗ്രഹം, ഈ ബേണിംഗ് ഡിസയർ. അതാണ് സമ്പത്തിലേക്കുള്ള ഒന്നാം പടി എന്നാണ് നെപ്പോളിയൻ ഹില്ല് പറയുന്നത്. കുറെ കാലം മുമ്പ് യുദ്ധത്തിൽ വിജയം അത്യന്താപേക്ഷിതമായിരുന്ന ഒരു പടനായകൻ അതിനായിട്ട് തന്റെ പടയാളികളെ റെഡിയാക്കുകയായിരുന്നു. കൂടുതൽ ശക്തരായിട്ടുള്ള ഒരുപാട് പടയാളികളുള്ള ഒരു നായകനോടാണ് അദ്ദേഹത്തിന് പട വെട്ടേണ്ടിയിരുന്നത്. ശത്രുക്കളുടെ നാട്ടിലേക്ക് വഞ്ചികളിലാണ് ഈ പട്ടാളക്കാരെ അല്ലെങ്കിൽ യുദ്ധത്തിന് പോരാടുന്ന ഭടന്മാരെ ഈ പടനായകൻ കൊണ്ടുപോയത്. അയൽനാട്ടില് അല്ലെങ്കിൽ ആ യുദ്ധം വെട്ടേണ്ട നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും മഞ്ചി ഇറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ പടനായകൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവര് വന്ന വഞ്ചികളെല്ലാം ഒന്ന് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്റെ ഭൃത്യന്മാരോടായി പറഞ്ഞു, അല്ലെങ്കിൽ ഭടന്മാരോട് പറഞ്ഞു, നമ്മൾ വന്ന വഞ്ചികളെല്ലാം കത്തിക്കരിഞ്ഞു പോയി. നമുക്കിനി വേറെ രക്ഷാമാർഗങ്ങളൊന്നുമില്ല. പടവെട്ടി ജയിച്ചാല് ഈ നാട്ടിലെ വഞ്ചികൾ നമുക്ക് സ്വന്തമാക്കാം. നമുക്ക് അതിൽ കയറി നാട്ടിൽ തിരിച്ചെത്താം. തിരിച്ച് നാട്ടിലെത്തുവാൻ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ജയിക്കുക എന്നുള്ളതാണ്. അവർ എല്ലാവരും തന്നെ ശ്രീലാളിതരായി നാട്ടിൽ തിരിച്ചെത്തി. അപ്പൊ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ജയിക്കുവാൻ നാം ഓരോരുത്തരും നമ്മൾ വന്ന വഞ്ചികളെ കത്തിച്ചേ മതിയാകും. ജയിക്കാൻ ആവശ്യമായ തീജ്വാല മനസ്സിൽ നിറയണമെങ്കിൽ അത് ചെയ്തേ തീരും. വിജയ സാഫല്യത്തിന് അവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് നേടാൻ ആഗ്രഹിക്കുന്നതെന്ത് എന്ന വ്യക്തത, അതെങ്ങനെ നേടണമെന്ന കൃത്യത, കൂടാതെ അത് സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത തൃഷ്ണ. ഇത് മൂന്നും അത്യാവശ്യമാണ്. ധനികനാവണമെന്ന തീവ്രമോഹത്തെ ജ്വലിക്കുന്ന തൃഷ്ണയാക്കി മാറ്റി ആ സ്വപ്നത്തെ നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി എന്ന് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് സഫലീകരിക്കാൻ സാധിക്കുള്ളൂ. സമ്പത്തിലേക്കുള്ള രണ്ടാം പടി വിശ്വാസമാണ്. വിശ്വാസമാണ് മനസ്സിന്റെ മുഖ്യ ഔഷധങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അതായത് എനിക്ക് സമ്പന്നനാവണമെങ്കിൽ എനിക്ക് സമ്പന്നനായി തീരാൻ പറ്റുമെന്ന വിശ്വാസം എനിക്ക് വേണം. ഇവിടെയാണ് നമുക്ക് അഫർമേഷൻസിന്റെ ആവശ്യം വരുന്നത്. സമ്പന്നനാകാനുള്ള അഫർമേഷൻസ് അല്ലെങ്കിൽ മണി അഫർമേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് മുന്നിലുള്ള വീഡിയോയില്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കണം. അതായത് മനസ്സിൽ ആവർത്തിച്ചുള്ള ആത്മനിർദ്ദേശങ്ങളിലൂടെയാണ് നമുക്ക് വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുക. ഇവിടെയാണ് അഫർമേഷൻസിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മുടെ മനസ്സിലെ അമൂർത്തമായ ചിന്തകൾ ഉപയോഗിച്ച് നമുക്ക് ഭൗതികമായ വസ്തുക്കളോ വിലപിടിപ്പുള്ള പദാർത്ഥങ്ങളോ ആക്കി മാറ്റിയെടുക്കാൻ നമ്മുടെ ചിന്തകൾക്ക് കഴിവുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിൽ ആവർത്തിച്ച് വിശ്വാസം ഊട്ടിയുറപ്പിച്ചുള്ള മുറയിലൂടെ മാത്രമേ നമുക്ക് അതിനെ നമ്മുടെ ഉള്ളിലേക്ക് വിത്തിട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. വിശ്വാസം എന്നത് ഒരു മാനസിക നിലയാണ്. മനസ്സിൽ വീണ്ടും പറഞ്ഞ് ബലപ്പെടുത്തി സാവധാനം ഉപബോധ മനസ്സിന്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്താൽ മാത്രമേ അത് സ്ഥിരമായ മാനസിക നിലയായി മാറുകയുള്ളൂ. മനസ്സാലെ വിശ്വാസം ജനിപ്പിക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് നാം എന്തഭിലഷിക്കുന്നുവോ അത് നാം നേടാൻ തയ്യാറായെന്ന് ആവർത്തിച്ച് ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തി ഉള്ളിലേക്ക് കയറാനാകണം. അവിടെയാണ് നമുക്ക് അഫർമേഷൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് മണി അഫർമേഷൻസ് രാവിലെയും രാത്രിയും ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും. വിശ്വാസമാണ് ഐശ്വര്യ സ്വരൂപണത്തിന്റെ ആദ്യ നാഴികക്കല്ലെന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്രത്തിന് വിശകലനം പോലും ചെയ്യാനാവാത്ത എല്ലാ ദിവ്യ അത്ഭുതങ്ങളുടെയും നിഗൂഢതകളുടെയും ആധാരം വിശ്വാസം തന്നെയാണ്. വിശ്വാസമാണ് തോൽവിക്കെതിരെയുള്ള ഏക മറുമരുന്ന്. ആത്മപ്രേരണ അല്ലെങ്കിൽ ഓട്ടോ സജഷൻ ആണ് അടുത്ത പടി. സമ്പത്തിലേക്കുള്ള മൂന്നാം പടിയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആത്മപ്രേരണ അല്ലെങ്കിൽ ഓട്ടോ സജഷൻ. പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നതിനായി അതിലേക്ക് കയറ്റിവിടുന്ന സ്വയം പ്രേരണകളെയും നിർദ്ദേശങ്ങളെയുമാണ്
ആത്മപ്രേരണ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വിശ്വാസം ജനിപ്പിക്കുന്നതിന് അഫർമേഷൻസ് സഹായിക്കുമെന്നുള്ളത്. ആ അഫർമേഷൻസിനെയാണ് നമ്മൾ ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മളോട് തന്നെ സ്ഥിരമായി പറഞ്ഞ് 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 നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുന്നു. അവിടെയാണ് നമ്മൾ ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്. അപ്പം ആ സെയിം സാധനമാണ് അഫർമേഷൻസിന്റെ രൂപത്തിൽ ഞാൻ തന്നിട്ടുള്ളത്. അപ്പൊ അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വിശ്വാസം ജനിപ്പിക്കുന്നതിന് ഓട്ടോ സജഷൻ അല്ലെങ്കിൽ അഫർമേഷൻസ് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളിൽ ഒരു പ്രേരണ ചെലുത്താനായിട്ട് ഈ ചിന്തകൾക്ക് നമ്മൾ പറയുന്ന സെന്റൻസസിന് സാധിക്കും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഈ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഇവ കടന്നു ചെല്ലുന്നു. സ്ഥിരമായിട്ട് നമ്മൾ ആ ഒരു രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടനെ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുന്നും ഇത് ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക്, നമ്മുടെ ലോജിക് വെരിയറെ ലോ ആയിരിക്കുന്ന സമയത്ത് ഇത് ചെന്നെത്തുകയും അത് സബ് കോൺഷ്യസിലേക്ക് ചെല്ലുകയും നമ്മുടെ മറ്റു ചിന്തകളെ നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സമ്പത്ത് ആകർഷിക്കാൻ തുടങ്ങും. ഉപബോധ മനസ്സിന്റെ കാവൽക്കാരനായിട്ടാണ് പലപ്പോഴും ബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഉപബോധ മനസ്സിലേക്ക് എത്തിച്ചേരുന്നത് എന്ത് തന്നെയായാലും അവയ്ക്ക് മീതെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആധികാരിക നിയന്ത്രണം വരുന്ന രീതിയിലാണ് മനുഷ്യനെ പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ ആ നിയന്ത്രണം മനുഷ്യൻ എപ്പോഴും ഉപയോഗിക്കുന്നു എന്നതിനർത്ഥമില്ല. വാസ്തവത്തില് പലപ്പോഴും മനുഷ്യൻ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് മാത്രമാണ് ഒത്തിരി ആളുകളും ഇന്ന് ക്ലേശം അനുഭവിക്കുന്നതിന്റെ കാരണം. ശരിക്കും പറഞ്ഞാൽ ഉപബോധ മനസ്സ് വളരെ വളക്കൂറുള്ളൊരു കൃഷിയിടം പോലെയാണ്. അപ്പൊ നന്നായിട്ട് ഫലം തരുന്ന വിത്തുകളും ചെടികളും അവിടെ പാകിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഫലം ഉണ്ടാവുക? കളകളും പാഴ്ചെടികളും അവിടെ തഴച്ചു വളർന്ന് അവിടെ മൊത്തം നിറയും. അതുകൊണ്ട് നമുക്ക് വേണ്ട ഫലം തരുന്ന വിത്തുകളെ വേണം അവിടെ നമ്മൾ കൊണ്ടിടാനായിട്ട്, അല്ലെങ്കിൽ നല്ല ചെടികളെ വേണം അവിടെ വളർത്താനായിട്ട്. അപ്പോൾ ധനം ആർജിക്കുവാനുള്ള നിങ്ങളുടെ അഭിലാഷത്തെ ഒരു പ്രസ്താവനയാക്കി മാറ്റണമെന്നും ആ പ്രസ്താവന നിങ്ങൾ ദിവസം തോറും വായിക്കണമെന്നും ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ധനം ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം മാത്രമല്ല നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്, ഒപ്പം തന്നെ നിങ്ങളുടെ മാനസിക നിലയും ഇരിപ്പും നിങ്ങൾ ധനസമ്പാദ്യം ഉണ്ടാക്കി കഴിഞ്ഞു എന്ന രീതിയിലായിരിക്കണം. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഈ അഫർമേഷൻസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ, ഓട്ടോ സജഷൻസ് അഫർമേഷൻസിന്റെ രൂപത്തിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മളിത് ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മളുടെ ഉള്ളിലുള്ള ആഗ്രഹത്തെ നമ്മൾ അതിന് തുല്യമായ സാമ്പത്തിക മാനത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള എല്ലാ ചിന്താ ക്രമീകരണങ്ങളും നമ്മൾ ഒരുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സമ്പത്തിലേക്കുള്ള 4ാമത്തെ പടി എന്ന് പറയുന്നത് സവിശേഷ ജ്ഞാനം, അതായത് സ്പെഷ്യലൈസ്ഡ് നോളജ്. അറിവ് 2 വിധമാണ്. ഒന്ന് പൊതുവിജ്ഞാനം, ജനറൽ നോളജ്. രണ്ടാമത്തേത് ഏതെങ്കിലും പ്രത്യേക തുറകളിലുള്ള വിശിഷ്ട ജ്ഞാനം. ജനറൽ നോളജ് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ധനം ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും വൈദഗ്ധ്യമേറിയ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് എങ്കിലും കൂടുതലായിട്ടുള്ള അറിവുണ്ടെങ്കിൽ അത് നമുക്ക് പണം സമ്പാദിക്കാനായിട്ടുള്ള ഒരു മാർഗമായേക്കാം. ഒരു കച്ചവടക്കാരൻ തന്റെ കച്ചവട ചരക്ക് വിപണിയിൽ ഓടുന്നില്ല എങ്കിൽ അതിന് പകരമായി വിപണനമേന്മയുള്ള മറ്റൊരു ചരക്ക് വിൽക്കാൻ തുടങ്ങുന്നു. അതോടെ അയാളുടെ കച്ചവടം കൂടുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യേക ജ്ഞാനം നമ്മൾ നേടിയിട്ടുണ്ടാവണം. സ്റ്റുവർട്ട് ഓസ്റ്റിൻ വിയർ ഒരു നിർമ്മാണ എഞ്ചിനീയർ ആയിട്ടാണ് തന്റെ ഉപജീവനം തുടങ്ങി വെച്ചത്. പക്ഷെ സാമ്പത്തിക മാന്ദ്യം വന്നതോടെ അയാൾക്ക് ഉദ്ദേശിച്ച ആദായം വിപണിയിൽ നിന്ന് കിട്ടാണ്ടായി. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാല്, സ്വന്തം ജീവിതോപാധിയായ കെട്ടിട നിർമ്മാണത്തിലേക്ക് സത്യസന്ധമായിട്ടൊരു അവലോകനം നടത്തി. തൊഴിൽ മാറ്റി പിടിക്കാൻ ധീരമായ തീരുമാനം എടുത്തു. അയാൾ തിരിച്ചു കോളേജിൽ പോയിട്ട് പ്രത്യേക കോഴ്സുകളിൽ കൂടി തയ്യാറെടുത്ത് ഒരു നിയമജ്ഞനായി മാറി. സാമ്പത്തിക മാന്ദ്യം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ തന്റെ ശിക്ഷണം മുഴുവൻ പൂർത്തിയാക്കിയിട്ട് വക്കീലായി പ്രവർത്തിക്കാൻ വേണ്ടി പരീക്ഷ ജയിച്ച് അഭിഭാഷകനായി സേവനം അനുഷ്ഠിച്ചിട്ട് ഉയർന്ന വരുമാനം ഉണ്ടാക്കി തുടങ്ങി. എന്ന് മാത്രമല്ല, അയാള് തിരക്ക് പിടിച്ചൊരു നിയമോപദേഷ്ടാവായി മാറുക കൂടി ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പൊ പലരും പറയാൻ പോകുന്ന എക്സ്ക്യൂസ് എന്താണെന്നായിരിക്കും, എനിക്ക് വിദഗ്ധ വിജ്ഞാനം നേടണം എന്നുണ്ട്, എനിക്കിപ്പോ ഒന്നുമില്ല, അതാണ് എന്റെ പ്രശ്നം. പക്ഷെ എനിക്കിങ്ങനെ
നേടണം എന്നുണ്ടെങ്കിൽ ഒരു കുടുംബം പുലർത്തേണ്ടതുണ്ട്, അതുകൊണ്ട് എനിക്ക് സാധിക്കില്ല. എനിക്ക് ഇത്രയും വയസ്സായില്ല, ഇനി ഇങ്ങനെ ഒന്നും പറ്റില്ല. ഞാനിപ്പോ 50 വയസ്സ് എത്തിയില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ 45 വയസ്സായില്ല, അതുകൊണ്ട് എനിക്കിനൊന്നും സാധിക്കില്ല. അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല, അതുകൊണ്ട് എനിക്ക് ഇനി ജോലിയൊന്നും കിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഉണ്ടായിരുന്ന ജോലി പോയി, ഇത്രയും പ്രായമായില്ല, എനിക്കിനി വേറെ ജോലി കിട്ടില്ല, എനിക്കിനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കിനി ഒരു വരുമാനം കിട്ടാൻ യാതൊരു വഴിയില്ല, അങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രമാണം. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും നമ്മൾക്കുള്ള കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി, നമുക്ക് ചുറ്റുമുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് കണ്ടെത്തി, അതിനകത്ത് വേണ്ട വിദഗ്ധ വിജ്ഞാനം നേടി നമ്മൾ മുന്നോട്ട് പോവുക. സമ്പത്ത് ആർജിക്കാൻ വേണ്ട 5ാമത്തെ ചുവടെന്ന് പറയുന്നത് ഭാവനാശക്തി, ഇമാജിനേഷൻ. അതുള്ളവർക്കാണ് ജീവിതം എന്തായാലും മുന്നോട്ട് പോകുള്ളൂ. സ്വപ്നം കാണാൻ സാധിക്കുക, നമ്മൾ നാളെ എന്തായി തീരുമെന്ന് ഇമാജിൻ ചെയ്യാൻ സാധിക്കുക, അങ്ങനെയുള്ളവർക്കാണ് അവരുടെ ജീവിതം അവരുടെ കൈക്കുള്ളിലാക്കാൻ പറ്റുക. അതായത് എന്റെ ഭാവി ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടെ സ്വപ്നം കാണാൻ പറ്റുക. മനസ്സിൽ വിഭാവനം ചെയ്യാൻ കഴിയുന്ന എന്തിനേയും മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കാലാകാലങ്ങളായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സർഗപരമായ ഭാവനയ്ക്കാണ് മനുഷ്യന്റെ മനസ്സിന്റെ അതിരുകളെ താണ്ടി അനന്തജ്ഞാനവുമായി ബന്ധം പുലർത്താനുള്ള പ്രാപ്തിയുള്ളൂ. ബോധ മനസ്സ് തീവ്രമായ ഇച്ഛയാൽ ഉത്തേജിതമായി നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഭാവനാശേഷി ശരിക്കും പ്രവർത്തിക്കുക. മനസ്സിനുള്ളിലെ നമ്മുടെ കത്തുന്ന മോഹങ്ങളെ ധനവും ഐശ്വര്യവുമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളത് ഒരു വാചകത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇമാജിൻ ചെയ്യുക, അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക എന്നെല്ലാം നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് 5 പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ബോബ് പ്രോക്ടർ എല്ലാ ദിവസവും വായിച്ചിരുന്ന ഒരു ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഒരുപാട് ആളുകൾ ഇത് വായിച്ചിട്ട് ആ പ്രമാണങ്ങൾ പാലിച്ചിട്ട് അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നതാണ്. നിങ്ങളും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ പാലിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.